കർദിനാൾ കോൺക്ലേവിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പുതിയ ഇടയനെ തിരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പ് രീതി എന്തൊക്കെയാണ്? സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് കറുത്ത പുകയും വെളുത്ത പുകയും ഉയരുന്നതിന്റെ പിറകിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. സാധാരണയായി നിലവിലെ പോപ്പ് കാലം ചെയ്താൽ 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് വിളിച്ചു കൂട്ടണം. കോൺക്ലേവ് വിളിച്ചു കൂട്ടുന്നത് കർദിനാൾ തിരുസംഘത്തിന്റെ തലവനാണ്. നിലവിലെ കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ അഥവാ ഡീൻ ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾ ജിയോവനി ബാറ്റസ്റ്റയാണ്. 252 കർദിനാൾമാരാൽ സമൃദ്ധമായ ആഗോള കത്തോലിക്ക സഭയിൽ 80 വയസ്സ് പിന്നിട്ട കർദിനാൾമാർക്ക് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വോട്ടവകാശമുള്ളത് 135 കർദിനാൾമാർക്കാണ്. ഏഷ്യയിൽ നിന്നും 23 കർദിനാൾമാരും യൂറോപ്പിൽ നിന്ന് 53 കർദിനാൾമാരുമാണ് ഉള്ളത്. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള 4 പേർക്കും ആഫ്രിക്കയിൽ നിന്നുള്ള 18 പേർക്കും അമേരിക്കയിൽ നിന്നുള്ള 16 പേർക്കും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള 21 പേർക്കും ഓഷ്യാനിൽ നിന്നുള്ള 4 കർദിനാൾമാർക്കുമാണ് പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുള്ളത്. ഡീൻ കോൺക്ലേവ് വിളിച്ചു ചേർത്താൽ വോട്ടവകാശമുള്ള കർദിനാൾമാരെല്ലാം താമസിക്കുന്നത് വത്തിക്കാനിലെ സാന്താ മാർത്ത ഗസ്റ്റ് ഹൌസിലായിരിക്കും. പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവ് അതീവ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും. മുഴുവൻ കർദിനാൾമാരും പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയോട് കൂടിയാണ് കോൺക്ലേവ് ആരംഭിക്കുക. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർക്ക് പുറം ലോകവുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല. സിസ്റ്റൈൻ ചാപ്പലിനുള്ളിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിക്കുക. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർക്ക് ടെലിവിഷൻ കാണാനോ ഫോൺ ഉപയോഗിക്കുവാനോ പത്രമാധ്യമങ്ങൾ വായിക്കുവാനോ ഉള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. കോൺക്ലേവ് തുടങ്ങുന്ന ദിവസം ഒരു വോട്ടെടുപ്പും പിറ്റേ ദിവസം രാവിലെയും വൈകിട്ടുമായി 4 വോട്ടെടുപ്പുകൾ നടക്കും. 3ൽ 2 ഭൂരിപക്ഷം കിട്ടുന്ന കർദിനാൾ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാകും. ദീർഘചതുരാകൃതിയിലുള്ള ബാലറ്റിൽ ഞാൻ ഇന്നയാളെ, അതായത് കർദിനാളിന്റെ പേര് പരിശുദ്ധ പിതാവായി തിരഞ്ഞെടുക്കുന്നുവെന്ന് എഴുതണം. സീനിയോറിറ്റി അനുസരിച്ചാണ് വരിയായി നിന്ന് ബാലറ്റ് നിക്ഷേപിക്കുന്നത്. പുതിയ പോപ്പിനെ കണ്ടെത്താനുള്ള കോൺക്ലേവ് 2 വർഷം വരെ നീണ്ട ചരിത്രമുണ്ട്. 1268 ഗ്രിഗറി 10 തിരഞ്ഞെടുപ്പാണ് ഇങ്ങനെ വർഷങ്ങൾ നീണ്ടത്. 2 വർഷവും 9 മാസവും എടുത്തു അന്ന്. എന്നാൽ പിന്നീടുള്ള സമയങ്ങളിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഈ നൂറ്റാണ്ട് മുതൽ ഏകദേശം 3 ദിവസമാണ് കോൺക്ലേവ് നീണ്ടു നിൽക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലെ ദൈർഘ്യമേറിയ കോൺക്ലേവ് 1922 കോൺക്ലേവ് ആയിരുന്നു. കോൺക്ലേവിൽ 3ൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്ന ആളാണ് പുതിയ പോപ്പായി വരിക. ആദ്യ ദിനത്തിലെ വോട്ടെടുപ്പിൽ 3ൽ 2 ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും ബാലറ്റുകൾ ഓരോ വോട്ടെടുപ്പിന് ശേഷവും കത്തിക്കും. ഇതിനായി സിസ്റ്റൈൻ ചാപ്പലിൽ 2 ചൂളകളുണ്ട്. വലതുവശത്തെ ചൂളയിൽ ബാലറ്റും ഇടതുവശത്തെ ചൂളയിൽ രാസവസ്തുവുമാണ് കത്തിക്കുക. 3ൽ 2 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് കറുത്ത പുക ഉയരും. 3ൽ 2 ഭൂരിപക്ഷം ലഭിച്ചാൽ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് വെളുത്ത പുക ഉയരും. ഹബേമൂസ് പാപ്പാം, അതായത് നമുക്കൊരു പാപ്പയെ കിട്ടി എന്നർത്ഥം വരുന്ന വാക്ക് സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് ഉയരും. പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കർദിനാൾ തിരുസംഘത്തിന് മുന്നിൽ ഞാൻ ഈ ചുമതല സ്വീകരിക്കുന്നുവെന്നും പോപ്പായി ഏതു പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നു. ഇതിനുശേഷം പുതിയ പോപ്പിനെ സിസ്റ്റൈൻ ചാപ്പലിലെ കണ്ണീർ മുറിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ വെച്ചാണ് സ്ഥാനീയ വസ്ത്രങ്ങൾ അദ്ദേഹത്തെ അണിയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.